നമസ്കാരം. ഭാരതത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ പുതിയൊരു ഉണർവിൻ്റെയും ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ. സുദീർഘമായ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അചഞ്ചലമായ ദേശസ്നേഹത്തിൻ്റെയും വികസന രാഷ്ട്രീയത്തിൻ്റെയും കരുത്തിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ബംഗാളിൻ്റെ മണ്ണിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ദേശീയ സുസ്ഥിരതയ്ക്കും എക്കാലത്തും കരുത്തു പകരുന്ന യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ് ബിൽ അടുത്ത ആഴ്ച ബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സുവേന്ദു അധികാരി സർക്കാരിൻ്റെ നീക്കം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കൽ മാത്രമല്ല, മറിച്ച് രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു വലിയ നയതന്ത്ര മുന്നേറ്റമാണ്. ഭാരതമെന്ന പുണ്യഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും ജാതി മത ഭേദമന്യേ ഒരൊറ്റ നിയമം നടപ്പിലാക്കുക എന്ന ദേശീയ ലക്ഷ്യം ബംഗാൾ പോലൊരു തന്ത്രപ്രധാനമായ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഓരോ ഭാരതീയൻ്റെയും അഭിമാനവും ഒപ്പം രാജ്യത്തിൻ്റെ പരമാധികാരവും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായി മാറുന്നു. ഈ ചരിത്രപരമായ മാറ്റത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ശക്തമായ വ്യക്തിത്വവും ബംഗാൾ ജനത അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസവും ഏറെ പ്രശംസനീയമാണ്. ബംഗാളിൽ കഴിഞ്ഞ 15 വർഷമായി നിലനിന്നിരുന്ന ഭരണവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് 207 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് BJP സർക്കാർ അധികാരത്തിലേറിയത്. പിന്നീട് ഫൽത്ത ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ ഈ സംഖ്യ 208ആയി ഉയരുകയും ചെയ്തു. ഇത് വ്യക്തമാക്കുന്നത് അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ ബംഗാളിലെ ജനങ്ങൾ ഒന്നിച്ച് പോരാടിയതിൻ്റെ ഫലമാണ് ഈ വിജയം എന്നതാണ്. ബംഗാളിനെ ഭാരതത്തിൻ്റെ ദേശീയ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാനും വിഘടനവാദ ചിന്താഗതികൾക്ക് അന്ത്യം കുറിക്കാനും സുവേന്ദു അധികാരി എന്ന ജനനായകന് സാധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ വാഗ്ദാന പ്രകാരം സർക്കാർ രൂപീകരിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ കാണിച്ച ആർജവം സുവേന്ദു അധികാരി സർക്കാരിൻ്റെ ഭരണ മികവിനും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും തെളിവാണ്. ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വവും സാഹോദര്യവും ഉറപ്പാക്കാൻ ഏകീകൃത സിവിൽ കോഡ് അത്യന്താപേക്ഷിതമാണ്. ഭാരത ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം വിഭാവനം ചെയ്യുന്ന ഈ ലക്ഷ്യം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് അനിവാര്യമായ ഒന്നാണ്. ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, അസം എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഈ പാത സ്വീകരിച്ച് മാതൃക കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളും ഈ ദേശസ്നേഹികളുടെ നിരയിലേക്ക് കടന്നു വരുമ്പോൾ അത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള ശക്തമായ മറുപടിയാണ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തി നിയമങ്ങളിൽ മതപരമായ വിവേചനങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ബാധകമാക്കുന്നതിലൂടെ ഒരു രാജ്യം ഒരു നിയമം എന്ന ദേശീയ സങ്കല്പമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇത് രാജ്യത്തെ നിയമ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുകയും പൗരന്മാർക്കിടയിൽ ഐക്യബോധം വളർത്തുകയും ചെയ്യും. ബംഗാൾ പോലൊരു അതിർത്തി സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അവിടുത്തെ സാമൂഹിക നീതിക്കും വലിയ തോതിൽ ഗുണം ചെയ്യും. ബഹുഭാരിത്വം, പെൺകുട്ടികളുടെ കുറഞ്ഞ പ്രായത്തിലുള്ള വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും ഉറപ്പാക്കാൻ ഈ നിയമത്തിന് സാധിക്കും. മതത്തിൻ്റെ പേരിൽ നിയമങ്ങളിൽ ഇളവ് ലഭിക്കുന്ന അവസ്ഥ ഇല്ലാതാകുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലെയും സ്ത്രീകൾക്ക് തുല്യനീതി ലഭ്യമാകും. ഇത് ഭാരതീയ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീകളോടുള്ള ആദരവും ബഹുമാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. ദേശസ്നേഹം എന്നത് അതിർത്തികൾ കാക്കുന്നതിൽ മാത്രമല്ല, രാജ്യത്തിനകത്തുള്ള എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങളും നീതിയും ഉറപ്പാക്കുന്നതിലും കൂടിയാണെന്ന് സുവേന്ദു അധികാരി തൻ്റെ ശക്തമായ നടപടികളിലൂടെ കാണിച്ചു തരുന്നു. നിയമസഭയിൽ ഈ ബിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരിൽ നിന്നും കടുത്ത എതിർപ്പുകൾ ഉണ്ടായേക്കാം. എങ്കിലും രാജ്യത്തിൻ്റെ നന്മ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പാണ്. ദേശവിരുദ്ധ ശക്തികളുടെയും പ്രീണന രാഷ്ട്രീയക്കാരുടെയും കുപ്രചാരണങ്ങളെ മറികടന്ന് ബംഗാളിൻ്റെ മണ്ണിൽ ദേശീയ പതാക കൂടുതൽ ഉയരത്തിൽ പറത്താൻ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിന് സാധിക്കും. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കും അക്രമം അഴിച്ചുവിടുന്നവർക്കുമെതിരെ കർശനമായ മറ്റ് നിയമങ്ങൾ കൂടി ഇതോടൊപ്പം കൊണ്ടുവരുന്നത് ബംഗാളിൽ നിയമവാഴ്ച പുനഃസ്ഥാപിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ പശ്ചിമ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള സുവേന്ദു അധികാരി സർക്കാരിൻ്റെ ഈ വീരോചിതമായ തീരുമാനം ബംഗാളിനെ കൂടുതൽ സുരക്ഷിതവും സമത്വവുമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക മാത്രമല്ല, ഭാരതത്തിൻ്റെ ആഗോള പ്രതിച്ഛായയ്ക്കും
ദേശീയ ഒരുമയ്ക്കും വലിയൊരു സംഭാവനയായി മാറുകയും ചെയ്യും. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അടുത്ത ആഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്തെ വ്യക്തി നിയമങ്ങളെ ഏകീകരിക്കുന്നതിനൊപ്പം തന്നെ ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളായ അനധികൃത കുടിയേറ്റം, തീവ്രവാദ സ്വഭാവമുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും തടയിടാൻ വലിയ രീതിയിൽ സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിർത്തി കടന്ന് ബംഗാളിലേക്ക് എത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ പലപ്പോഴും ഇവിടുത്തെ പ്രാദേശികമായ ചില ലളിതമായ വ്യക്തി നിയമങ്ങളുടെയും വിവാഹ രജിസ്ട്രേഷൻ സംവിധാനങ്ങളുടെയും മറവിലാണ് വ്യാജ തിരിച്ചറിയൽ രേഖകളും പൗരത്വ തെളിവുകളും ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ വിവാഹം, ജനനം, സ്വത്ത് കൈമാറ്റം എന്നിവയ്ക്ക് കർശനവും സുതാര്യവുമായ കേന്ദ്രീകൃത രജിസ്ട്രേഷൻ നിർബന്ധമാകും. ഡിജിറ്റൽ സംവിധാനങ്ങളോടെയുള്ള ഈ കർശന പരിശോധന വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യൻ പൗരത്വം നേടാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരുടെ നീക്കങ്ങൾക്ക് വലിയൊരു തടസ്സമാകും. നിലവിൽ സുവേന്ദു അധികാരി സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ സുരക്ഷാ പരിശോധനകളും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നീക്കങ്ങളും യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടെ കൂടുതൽ ശക്തമാകും. ബംഗാളിന്റെ അതിർത്തി ജില്ലകളിൽ അനധികൃത കുടിയേറ്റത്തിലൂടെ വലിയ തോതിലുള്ള ജനസംഖ്യാ വ്യതിയാനം അഥവാ ഡെമോഗ്രാഫിക് ചേഞ്ച് ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വലിയൊരു സുരക്ഷാ ആശങ്കയാണ്. നിലവിലുള്ള ചില വ്യക്തി നിയമങ്ങൾ അനുശാസിക്കുന്ന ബഹുഭാരതം പോലെയുള്ള ആചാരങ്ങൾ ദുരുപയോഗം ചെയ്ത് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതികൾ യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടെ നിയമവിരുദ്ധമാകും. ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരൊറ്റ വിവാഹ നിയമം മാത്രമായിരിക്കും ബാധകം. ഇത് അതിർത്തി കടന്നുള്ള കുടിയേറ്റക്കാർ ബംഗാളിൽ സ്ഥിരതാമസമാക്കുന്നതിനെയും തദ്ദേശീയമായ ജനസംഖ്യാ അനുപാതത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെയും ഫലപ്രദമായി തടയും. ഉത്തരാഖണ്ഡ്, അസം മാതൃകകൾ പിന്തുടർന്ന് ബംഗാളിൽ കൊണ്ടുവരുന്ന യൂണിഫോം സിവിൽ കോഡ് ബില്ലിൽ ലിവിൻ ബന്ധങ്ങളുടെ രജിസ്ട്രേഷൻ കർശനമാക്കുന്നുണ്ട്. ഇത് ലവ് ജിഹാദ് പോലെയുള്ള ആസൂത്രിതമായ മതപരിവർത്തന നീക്കങ്ങളെയും അതുവഴി തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ശൃംഖലകളെയും തകർക്കാൻ സഹായിക്കും. കൂടാതെ സുവേന്ദു അധികാരി സർക്കാർ യൂണിഫോം സിവിൽ കോഡിനൊപ്പം അവതരിപ്പിക്കുന്ന പുതിയ ആൻറ്റി ക്രൈം ബില്ലുകൾ പ്രകാരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെയും ജിഹാദി സ്ലീപ്പർ സെല്ലുകളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ദീർഘകാല തടങ്കലിൽ വയ്ക്കാനും വ്യവസ്ഥയുണ്ട്. വ്യക്തി നിയമങ്ങളിലെ ഇളവുകൾ ഉപയോഗിച്ച് നിയമവ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്ന തീവ്രവാദ അനുകൂലികൾക്ക് ഇനി ബംഗാളിൻ്റെ മണ്ണിൽ നിയമപരമായ യാതൊരു പരിരക്ഷയും ലഭിക്കില്ല. ബംഗാളിലെ അതിർത്തി മേഖലകളിൽ കുടിയേറ്റക്കാരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ UCCക്ക് സാധിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം പൂർണ്ണമായി നിരോധിക്കുന്നതിലൂടെയും വിവാഹമോചനത്തിന് തുല്യ നീതി ഉറപ്പാക്കുന്നതിലൂടെയും കടുത്ത നിയമവ്യവസ്ഥ സംസ്ഥാനത്ത് നിലവിൽ വരും. ഇത് ജിഹാദി സംഘടനകൾക്ക് സാമൂഹികമായ സ്വാധീനം ചെലുത്താനുള്ള വഴികൾ അടയ്ക്കും. ചുരുക്കത്തിൽ സുവേന്ദു അധികാരി ഭരണകൂടം കൊണ്ടുവരുന്ന ഏകീകൃത സിവിൽ കോഡ് കേവലം ഒരു സിവിൽ നിയമ പരിഷ്കരണമല്ല. അത് ബംഗാളിൻ്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാനും രാജ്യവിരുദ്ധ ജിഹാദി ശക്തികളെ ഒതുക്കാനും അനധികൃതമായി രാജ്യത്തേക്ക് കടന്നുകയറി ഭാരതത്തിൻ്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന കുടിയേറ്റക്കാരെ നിയമപരമായി നേരിടാനുമുള്ള ഒരു ശക്തമായ നയതന്ത്ര ആയുധം കൂടിയാണ്. ഓരോ ഭാരതീയൻ്റെയും സുരക്ഷിതത്വവും രാജ്യത്തിൻ്റെ പരമാധികാരവും മുൻനിർത്തിയുള്ള ഒരു വലിയ ചുവടുവെപ്പ് കൂടിയാണിത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.